ഇപ്പോൾ കൃഷ്ണൻ അവതാരമാണ്. അവതാരത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്ന ചുരുക്കം പേരായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതും ഡീഫൈ ചെയ്യും, അതായത് പിന്നെ അത് ദൈവികമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ കൃഷ്ണനെ അന്ന് കള്ളനായിട്ട് വരെ ചിത്രീകരിച്ചവരുണ്ട്. പിന്നീട് കൃഷ്ണൻ എല്ലാവരും ആരാധിക്കും. ദൈവം എന്നുള്ള വാക്ക് തന്നെ സത്യത്തിൽ പൂർണ്ണമായിട്ടും യോജിക്കുന്ന പദമല്ല. പുതിയ ദൈവങ്ങളില്ലെന്ന് വയ്ക്കുന്നത് തെറ്റായ ചോദ്യമാണ്. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ക്വസ്റ്റ്യൻ. കാരണം ക്രിസ്തുമതക്കാരാണ് ദൈവമേ ദൈവമേ എന്ന് ഇങ്ങനെ ഗോഡ് എന്നുള്ളത് വിളിക്കുന്നത്. കാരണം അത് ഈശ്വര എന്ന് വിളിച്ചാൽ ശിവന് പോയി പോകുന്നത്. ക്രെഡിറ്റ് അങ്ങനെ ശിവൻ കൊണ്ടുപോകണ്ട. 39 ചാത്തന്മാരുണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്. ചാത്തന്മാർ പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഈ യൂട്യൂബ് വന്നപ്പോൾ എല്ലാത്തിനും പ്രചാരണം കിട്ടിയ കൂട്ടത്തിൽ അതിനും കിട്ടിയെന്നല്ലാതെ ചാത്തൻ പുതിയ ദൈവമൊന്നുമല്ല. എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറയും, ഞങ്ങൾ ഗൾഫിലാണിപ്പോൾ, ഞങ്ങൾ അച്ഛനും അമ്മയും വേറെ കാസ്റ്റ് നിന്നാണ് കല്യാണം, ഇപ്പം ഈഴവരും നായന്മാരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം ഞങ്ങൾ ഏതാണ് കുലദേവത വരിക, ഞങ്ങളുടെ കുലദേവത ഏതാണെന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട് പലരും. നമസ്തേ. നമസ്തേ. ഈ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ, വൈക്കത്തപ്പനൊക്കെ, ചോറ്റാനിക്കരമ്മ, ആറ്റുകാലമ്മ. പക്ഷെ പുതിയതായിട്ട്, ഇതെല്ലാം പണ്ടേ ഉള്ളതാണ്, പുതിയതായിട്ടൊരു ദേവത ഇല്ലെങ്കിൽ ഒരു ദൈവസങ്കല്പം വരാത്തത് എന്തുകൊണ്ടാണ്? ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഒന്നായിട്ടാണ് ആരാധിക്കുന്നത് ജനങ്ങൾ, അല്ലേ? കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന് മുമ്പ് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആ കാലഘട്ടത്തിൽ എത്ര പേർ കൃഷ്ണനെ ആരാധിച്ചിരുന്നു? വളരെ കുറച്ച് പേരാണ്. കൃഷ്ണൻ തന്നെ നാരദനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു നദീതീരത്ത് വലിയൊരു വൃക്ഷം, അത് നിറയെ കൊലകൊലയായിട്ട് ഇങ്ങനെ എന്തോ കിടക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഓരോ കൽപ്പങ്ങളിലുണ്ടായ അവതാരങ്ങളാണ്, അല്ലേ? ഇപ്പോൾ കൃഷ്ണൻ അവതാരമാണ്. അവതാരത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്ന ചുരുക്കം പേരായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതും ഡീഫൈ ചെയ്യും, അതായത് പിന്നെ അത് ദൈവികമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ കൃഷ്ണനെ അന്ന് കള്ളനായിട്ട് വരെ ചിത്രീകരിച്ചവരുണ്ട്. പിന്നീട് കൃഷ്ണൻ എല്ലാവരും ആരാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് അമ്മ മാതാ അമൃതാനന്ദ ദേവിയെ കുറേ പേര് ദേവിയായിട്ട് തന്നെ ആരാധിക്കുന്നു. ചിലർ വെറും ഗുരുവായിട്ട് കാണുന്നു, ചിലർ വളരെ മോശമായിട്ട് കാണുന്നു. സത്യസായി ബാബ അങ്ങനെ തന്നെ. ഇപ്പോൾ അവതാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവരെ പറ്റിയുള്ള ആരാധന നടക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ പഴയതല്ലേ പുതിയതല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഇപ്പോൾ അങ്ങൊരു കൃഷ്ണ വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുന്നു. കുറേ കാലത്തെ അങ്ങയുടെ നിഷ്ഠയോടുള്ള ഉപാസന കൊണ്ട് ആ വിഗ്രഹത്തിൽ ചൈതന്യം ഉണ്ടാകുന്നു, ശ്രീകൃഷ്ണ ചൈതന്യമോ അല്ലെങ്കിൽ എന്താണോ. പിന്നീട് അങ്ങയുടെ മരണശേഷം അത് ഒരു ക്ഷേത്ര പരിണമിച്ചാൽ അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദൈവങ്ങൾ എന്താ? ദൈവങ്ങൾ എന്നല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദൈവം എന്നുള്ള വാക്ക് തന്നെ സത്യത്തിൽ പൂർണ്ണമായിട്ടും യോജിക്കുന്ന പദമല്ല. ദൈവം എന്നുള്ള വാക്ക് ഈ പണ്ട് ഗുണ്ടർട്ട് സാഹിബ് ഇവിടെ നിഘണ്ടു ഉണ്ടാക്കാൻ വന്നല്ലോ. അവർ മിഷണറിമാരാണ് അധികവും. അപ്പോൾ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനാണ് അവർ ഭാഷ പഠിക്കുന്നത്, അല്ലാതെ ഭാഷാ സ്നേഹം കൊണ്ടൊന്നുമല്ല. ബൈബിൾ എങ്ങനെയാണോ മലയാളത്തിലേക്ക് ആക്കുക. അപ്പോൾ ബൈബിളിലെ ഗോഡ് എന്നുള്ള കോൺസെപ്റ്റിന് പറ്റിയൊരു മലയാള പദം തിരഞ്ഞു. അപ്പോൾ പലരും ഈശ്വരൻ എന്ന് പറഞ്ഞു കൊടുത്തു. ചിലർ ഈശ്വരൻ എന്ന് പറയുമ്പോൾ പ്രചാരം ഇന്ത്യ മുഴുവൻ ശിവൻ എന്നർത്ഥം. ഇപ്പോൾ കേരളത്തിൽ ഒഴികെ, കേരളത്തിൽ വിട്ട് തമിഴ്നാട്ടിൽ പോയാൽ എங்கே പോരായി ഈശ്വരൻ കോവിൽ പോരേൻ. ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അമ്പലമാണ്. വിഷ്ണു ആണെങ്കിൽ പെരുമാൾ കോവിൽ എന്ന് പ്രത്യേകം പറയും. ഇപ്പോൾ കർണാടകയിൽ പോയാൽ ഈശ്വര ദേവസ്ഥാന, ശിവനാണ്. ഈശ്വരൻ എന്നുള്ള പദവും ശിവൻ എന്ന പദവും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് മിഷണറി തീരുമാനിച്ചു. എന്നാൽ പിന്നെ എന്താ ഇടുക? ദൈവം എന്നൊരു പദം ഇടാം. ദൈവം എന്നൊരു പദം മുമ്പേ ഉണ്ട്. ദൈവം എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. ദിവ് ധാതുവാണ് ദൈവം, പ്രകാശിക്കുന്നത്, സ്വയം പ്രകാശിക്കുന്നത്, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നത്. നക്ഷത്രങ്ങളെ ദൈവം എന്ന് വിളിച്ചൂടെ? അല്ലേ? അപ്പം ദേവതകൾക്ക്, ദേവന്മാർ ലൂമിനസ് ബോഡി, അതായത് ബോഡി പിന്നെ ഭയങ്കര പ്രകാശ ശരീരികളാണെന്നാണ് സങ്കല്പം. അപ്പോൾ ദേവന്മാരെ ആ പേര് വരാൻ കാരണം അവർ സ്വയം പ്രകാശിക്കുന്ന പിന്നെ ബോഡീസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിളിക്കുക തെറ്റില്ലല്ലോ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ദേവൻ എന്നല്ലേ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഓരോരുത്തർ ഗുരു ശിഷ്യന്മാർ ഗുരുവിനെ ദേവന്മാർ ഈശ്വര തുല്യാണ് കാണുന്നത്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു എന്നല്ലേ? എല്ലാ ദേവതകളും ഗുരുവായിട്ടാണ് കാണുന്നത്. അപ്പം പുതിയ ദൈവങ്ങളില്ലെന്ന് വയ്ക്കുന്നത് തെറ്റായ ചോദ്യമാണ്. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ക്വസ്റ്റ്യൻ. കാരണം ദേവതകൾ 30 മുക്കോടി എന്ന് പറയുന്നതിനൊരു തത്വമുണ്ട്. അതായത് ഈ 12 സൂര്യന്മാർ, അഷ്ടവസുക്കൾ അങ്ങനെ ചേർന്നാണ് ഈ 33 എന്നുള്ളത്. കോടി എന്നുള്ള പദത്തിന് കോടി സംഖ്യ നടത്തും. അത് 11 രുദ്രന്മാർ, 12 സൂര്യന്മാർ, അഷ്ടവസുക്കൾ, അങ്ങനെ അശ്വതിദേവൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 33 കോടി എണ്ണം എന്ന അർത്ഥമില്ല. അപ്പോൾ ഇത് അധിഷ്ഠാന ശക്തികളെ ദേവന്മാർ അല്ലെ ദേവതകൾ എന്ന് വിളിക്കുന്നത്. ദേവത എന്നുള്ളത് രണ്ടിനും ഉപയോഗിക്കാം. ആൺദൈവത്തിനും പെൺദൈവത്തിനും ദേവത എന്ന് പറയാം. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും സീതയും ഒക്കെ ദേവത തന്നെ പറയാം. പക്ഷേ ചോദ്യത്തിലൊരു പെശകുണ്ട്. അതായത് പുതിയ ദൈവമേ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിന് ഫാക്ടറി ഒന്നുമില്ലല്ലോ. അത് പലയിടത്തും ഉണ്ടാവുന്നുണ്ടല്ലോ, പലയിടത്തും ഉണ്ടാവുന്നില്ലേ? ഇപ്പം എൻ്റെ ഗുരു എന്നെ സംശയം ദേവൻ തന്നെയാണ്. സംശയം എന്താ? എൻ്റെ അജ്ഞാനത്തെ അകറ്റുന്ന പ്രകാശമാണ് അദ്ദേഹം. അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നതാണ്.
പക്ഷെ ക്രിസ്തുമതക്കാരാണ് ഈ ദൈവമേ ദൈവമേ എന്ന് ഇങ്ങനെ ഈ ഗോഡ് എന്നുള്ളത് വിളിക്കാൻ തുടങ്ങി. കാരണം അത് ഈശ്വര എന്ന് വിളിച്ചാൽ ശിവന് പോയി പോകുന്നത്, ക്രെഡിറ്റ് അങ്ങനെ ശിവൻ കൊണ്ടുപോകണ്ട എന്ന് കരുതി ഗുണ്ടർട്ട് സാഹിബ് ഏതൊരു ഒപ്പിച്ച സൂത്രമാണത് ഭാഷയിൽ. പക്ഷേ ദൈവം എന്ന പദത്തിന് കുറച്ചുകൂടെ ശരിയായ അർത്ഥം പൂർവ്വജന്മങ്ങളിലും പൂർവ്വകാലങ്ങളിലും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം എന്നർത്ഥം. കുറച്ചുകൂടി ജ്യോതിഷത്തിലൊക്കെ ദൈവം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളിലും പൂർവ്വകാലങ്ങളിലും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. പക്ഷേ എന്ത് കർമ്മഫലം വരുമെന്ന് ഗണിച്ച് പറയാൻ പറ്റുന്നവരാണ് ദൈവജ്ഞന്മാർ, ജ്യോതിഷികൾ. അല്ലാതെ ഈശ്വര സാക്ഷാത്കാരം നേടുന്ന അർത്ഥമില്ല. അവിടെ ദൈവം എന്ന് പദത്തിൻ്റെ അർത്ഥം എന്താണ്? പൂർവ്വജന്മത്തിലോ പൂർവ്വകാലങ്ങളിലോ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്ന അർത്ഥം അതിനില്ല. അതായത് ഇപ്പോൾ പെട്ടെന്ന് പ്രചാരത്തിൽ വന്നതാണ് ചാത്തൻ. ഇപ്പോൾ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞിട്ട് ചാത്തൻ സ്വാമിയെ ആരാധിക്കുന്ന ഒരുപാട് ഇപ്പൊ യൂട്യൂബിൽ കൂടെ ഭയങ്കര പ്രചാരണമാണ്. ഒരുപാട്. അപ്പോൾ ഇതിപ്പോ പുതിയതായിട്ടുണ്ടായി വന്നതാണോ എന്ന്? അല്ലല്ല, ചാത്തന്റെ ആരാധന എത്രയോ കാലം. ചാത്തനൊക്കെ വളരെ പഴയ മൂർത്തിയാണ്. കുട്ടിച്ചാത്തനൊക്കെ വളരെ പ്രാചീന മൂർത്തിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടാചാരത്തിൽ പണ്ട് മുതലേ അലിഞ്ഞു ചേർന്ന മൂർത്തികളാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തനും അല്ലാതെ കുട്ടിച്ചാത്തന്മാരും. ഇപ്പം കാട്ടുമാടം നമ്പൂരിപ്പാണ്ട് ഇല്ലത്ത് ഇത്ര 339 ചാത്തന്മാരുണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്. ചാത്തന്മാർ പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഈ യൂട്യൂബ് വന്നപ്പോൾ എല്ലാത്തിനും പ്രചാരണം കിട്ടിയ കൂട്ടത്തിൽ അതിനും കിട്ടിയെന്നല്ലാതെ ചാത്തൻ പുതിയ ദൈവമൊന്നുമല്ല. ഇപ്പോൾ കാര്യസാധ്യ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ചാത്തനെ ആശ്രയിക്കുന്നത് പലരും. അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഹിന്ദുമതം നിലകൊള്ളുന്നത് എങ്ങനെയാണ്? ഓരോ കുടുംബവും അവരുടെ കുലദൈവത്തിനെ ആരാധിച്ചാണ് വളരുന്നത്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ കുലദൈവം അല്ല ചാത്തൻ, മാത്രമല്ല ഞങ്ങളുടെ തേവാരത്തിലുള്ള മൂർത്തിയുമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധനയില്ല. ഞാനതിനെ നിന്ദിക്കുന്ന അർത്ഥമില്ല. അത് ദേവതയായിട്ടുള്ള കുടുംബങ്ങൾക്ക് ആരാധിക്കാം. എല്ലാവരും ചാത്തനെ ആരാധിച്ച് കൊള്ളണമെന്നോ എല്ലാവരും ചാത്തനെ ആരാധിച്ചാൽ സമ്പത്തുണ്ടാകുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് എൻ്റെ കുലദേവതയാണ് എല്ലാ തരം കാര്യങ്ങളും നടത്തി തരുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരാൾ കുലദേവത ഇല്ല, അറിയില്ല, ആധുനിക സമൂഹത്തിൽ വന്നുവിട്ട് അണുകുടുംബമായി പോയി, അയാൾ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ കുലദേവത അറിയുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയും, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ എഫർട്ട് എടുക്കാതെ ഒരു റിസൾട്ട് ഇല്ല. എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറയും, ഞങ്ങൾ ഗൾഫിലാണിപ്പോൾ, ഞങ്ങൾ അച്ഛനും അമ്മയും വേറെ കാസ്റ്റിൽ നിന്നാണ് കല്യാണം, ഇപ്പം ഈഴവരും നായന്മാരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം ഞങ്ങൾ ഏതാണ് കുലദേവത വരിക, ഞങ്ങളുടെ കുലദേവത ഏതാണെന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട് പലരും. ഇപ്പം ഞാനൊരു കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കണം, പഞ്ചാക്ഷരി മന്ത്രം ദിവസവും ഉപാസിക്കണം. നിങ്ങളുടെ കുലദേവത നിങ്ങൾ കണ്ടെത്തും. നിഷ്ഠയോടെ ചെയ്യണം ഇത് 2 നേരം എന്ന് പറയാറുണ്ട്. ഒരു എഫർട്ടും എടുക്കാതെ ഞാൻ തന്നെ അവരുടെ കുലദേവത കണ്ടെത്തി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. പറ്റുമായിരിക്കാം, ജാതകം നോക്കിയാലും സാധിക്കും ചിലപ്പോൾ, ഒരു പക്ഷേ ഒരു പരിധി വരെയൊക്കെ പൂർവികരോട് ചോദിച്ച് മനസ്സിലാക്കാം. ചിലരാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ് പൂർവികരിൽ നിന്നും. കാരണം ഈഴവരും നായന്മാരും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ പലർക്കും അവിടെ ഏത് കുലമാണെന്നും പിന്നെ പറ്റിപ്പോവും, മാറിപ്പോവും, അവർക്കത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും 2 നേരം വിളക്ക് വെച്ച് ലളിതാ സഹസ്രനാമം ചെയ്യുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, രാമനാമം എഴുതാൻ പറയും എല്ലാവരോടും. ഞാൻ ശ്രീരാമനാമം എഴുതാൻ പറയും, അത് വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ ഇത് 3 ചെയ്തിട്ട് ഒരു 4-5 പേര് എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു, അവർക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഒരു പരിചയക്കാരൻ്റെ കുടുംബത്തിൽ പോകേണ്ട ഇട വന്നു, അവിടെ സംസാരിച്ചു. അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ ഇവരിങ്ങനെ താമസിച്ചിരുന്നു, അങ്ങനെ പല കണക്ഷൻ വന്നിട്ട് അവർ കണ്ടെത്തിയതൊക്കെ പറഞ്ഞു എന്നോട്. അത് സാധിക്കും. അപ്പം നമ്മൾ ആദ്യം എഫർട്ട് എടുക്കുക. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അതായത് കുലദേവത അറിയില്ല എന്നോർത്ത് തലകുത്തി കരയാതെ നിങ്ങൾ എല്ലാ ദിവസവും 2 നേരം വിളക്ക് തെളിച്ച് വെച്ചിട്ട് ലളിതാ സഹസ്രനാമം ചെയ്യുക, പഞ്ചാക്ഷരി മന്ത്രം മൗനമായിട്ട് ജപിക്കുക, ഓം നമഃ ശിവായ ജപിക്കുക, ശ്രീരാമനാമം എഴുതുക, ശ്രീരാമ ജയമെന്നോ ശ്രീരാം ജയരാം ജയ ജയരാമെന്നോ ഒരു പുസ്തകത്തിലും ഒരു പേജ് ദിവസം എഴുതിയിട്ടേ കിടക്കാവൂ. കുറേ കഴിയുമ്പോൾ മൈൻഡിനൊരു ക്ലാരിറ്റി വരും, സ്ഥിതികൾ മെച്ചപ്പെടും. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള വഴി തുറന്ന് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആബ്രഹ്മകീട ജനനി എന്നാണ്, സകല ജീവജാലങ്ങളുടെ അമ്മയാണ്. എങ്ങനെയോ നിങ്ങളുടെ കുലദേവത ലളിതാംബികയിലുണ്ട് എന്ന് കരുതി അത് ചെയ്യണം. അതാണ് ഒരു കാര്യം. കുലോത്തീർണ ഭഗാരാധ്യ എന്നൊക്കെ മന്ത്രം ലളിതാ സഹസ്രനാമത്തിലുണ്ട് അല്ലേ. കൗളിനി, കുളയോഗിനി, കുലാന്തസ്ഥ, അങ്ങനെയൊക്കെ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുലത്തിലുള്ള ദേവി തന്നെയാണ്, അതിന് പല രൂപത്തിലായിരിക്കും ആരാധിക്കപ്പെടുന്നത്. അപ്പം എങ്കിലും എല്ലാവർക്കും സ്വീകാര്യമായ ദേവിയുടെ സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം. അത് ജപിക്കുന്ന വഴി നിങ്ങളുടെ കുലദേവത അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിശ്വാസം ജപിക്കുക, അത് തെളിഞ്ഞു കിട്ടും. ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് എന്തെങ്കിലും രീതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഉച്ചാരണം തെറ്റിക്കരുതെന്നുള്ളതാണ്. അത് മന്ത്രമാണ്, മന്ത്രശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള ഗൗരവം കൊടുക്കണം. അപ്പം പദങ്ങൾ മുറിക്കുന്നത്, ഇപ്പം ആ ബ്രഹ്മ കീടജനനി എന്നുള്ളതിന് പറയാം, ആ ബ്രഹ്മ കീടജനനി, അങ്ങനെ മുറിച്ച് പലയിടത്തും പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ പദങ്ങൾ മുറിക്കുന്നത് തെറ്റായിട്ട്, അങ്ങനെ തെറ്റായി മുറിക്കരുത്.
കൃത്യമായിട്ട് പദങ്ങൾ അർത്ഥസമ്പുഷ്ടമായ ഭാഗത്ത് മാത്രമേ പദങ്ങൾ മുറിക്കാവൂ. വായിച്ച് പഠിക്കുന്ന സമയത്ത് തെറ്റിയാൽ അല്ല, കുഴപ്പമില്ല. പഠിക്കുന്നവന് തെറ്റാൻ പാടില്ലല്ലോ. പാടില്ല, പാടില്ല, അങ്ങനെ തന്നെ വായിക്കണം. അങ്ങനെയല്ലേ, ശ്രുതി തെറ്റി പാടിയിട്ട് പഠിക്കുമോ? ഇല്ല, അപ്പോൾ ശ്രുതിയിൽ പാടണം. പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ തന്നെ യൂട്യൂബ് പാടിയിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്, ആ. തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട് പലരും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നല്ല വെൺമണി കൃഷ്ണൻ ഒരു പാടുന്ന ഗംഭീരമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് യൂട്യൂബിലിട്ടുണ്ട്. അതൊക്കെ കേട്ട് പഠിക്കാം. കേട്ട് പഠിച്ചതിന് ശേഷം കേട്ട് പഠിച്ച ശേഷമല്ല, ഒരുമിച്ച് ചൊല്ലി പഠിക്കണം. ചൊല്ലി പഠിക്കണം. വായിച്ചു പുസ്തകം കയ്യിൽ വയ്ക്കുക, ചെറുവിരൽ വെച്ച്, ചൂണ്ടുവിരൽ വെച്ചില്ല മന്ത്രം ചൂണ്ടരുത്, ചെറുവിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വരിയും വെച്ചിട്ട് കേട്ട് കേട്ട് ദിവസം പഠിക്കണം, ഉച്ചരിച്ച് പഠിക്കണം. ആ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ വായിക്കണം. ഇതിന് ഡിസ്കൗണ്ട് റിബേറ്റ് ഒന്നുമില്ല. മുഴുവൻ തന്നെ വായിച്ച് 300 നാമം ഇന്ന്, ബാക്കി 400 അങ്ങനെയൊന്നുമല്ല. എല്ലാ ദിവസവും മുഴുവൻ വായിക്കണം. അതിന് ഫലമുണ്ടാവും. സദ്യോഫലദായിനിയാണ്, സദ്യപ്രസാദിനിയാണ് അമ്മ. പെട്ടെന്ന് പ്രസാദിക്കും ദേവി.